ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുക്കിംഗ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയൊരു ഡെസേർട്ടാണ് സെറാഡുറ പുഡിംഗ്. സെറാഡുറ പുഡിംഗ് എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് ഡിഷാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഡിഷ് ഗോവയിൽ വളരെ പോപ്പുലറാണ്. അപ്പോൾ ഇന്ന് സെറാഡുറ പുഡിംഗ് ഉണ്ടാക്കുന്നത് കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സെറാഡുറ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് ബിസ്ക്കറ്റ്സ്, വിപ്പിംഗ് ക്രീം, കണ്ടൻസ് മിൽക്ക്, കുറച്ച് വാനില എസൻസ്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറാഡുറ പുഡിങ്ങിന് സോഡസ് പുഡിംഗ് എന്നും പറയും, അല്ലെങ്കിൽ അറക്കപ്പൊടി പോലെയാണ് നമ്മൾ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സോഡസ് പുഡിംഗ് എന്നും പറയാറുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ഉപയോഗിക്കുന്ന മാറി ബിസ്ക്കറ്റ്, ആരോറൂട്ട് ബിസ്ക്കറ്റാണ്. ഇത് പൗഡർ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇതേപോലെ പൊടിച്ചെടുക്കുക. നമ്മുടെ സോഡസ്റ്റ് പോലെ തന്നെ ഇരിക്കും. ഈ രീതിയിൽ പൊടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതേപോലെ ഫുള്ളായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് മൊത്തത്തിൽ നമ്മൾ പൊടിച്ചെടുത്തു. 200 ഗ്രാം മാറി ബിസ്ക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം. ഞാൻ ഇവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ഞാൻ കുറച്ച് ഐസിൻ്റെ മേലെ വെച്ച് ബീറ്റ് ചെയ്യുവാണ്. വിപ്പിംഗ് ക്രീം നമുക്ക് ഐസിൻ്റെ പുറത്ത് വെച്ച് സോഫ്റ്റ് പീക്സ് ആകുന്ന വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തുടങ്ങുമ്പോൾ ലോ സ്പീഡിലിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഗ്രാജുവലി സ്പീഡ് കൂട്ടാം. സോഫ്റ്റ് പീക്സായി ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്. വീണ്ടും ഒന്ന് ലൈറ്റായിട്ട് ബീറ്റ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട ശേഷം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ കൂടെയാണ് ഒഴിക്കാൻ പോകുന്നത്. അതിന് പകരം ഡയറക്റ്റ് സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കപ്പിലേക്ക് മാറ്റാം. അത് നോസിലിടുവാണ്. അതിലേക്ക് ക്രീം ഒഴിക്കും. അസംബിൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പൗഡേർഡ് ബിസ്ക്കറ്റ്സ് വേണം ആദ്യം ചേർക്കാൻ. ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. ഇതേപോലെ ബാക്കിയുള്ള ഗ്ലാസ്സസിലും ഇടാം. ഒന്നുകിൽ ഗ്ലാസിൻ്റെ ബേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം വെച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. നമുക്ക് പുഡിങ്ങിൻ്റെ ലെയർ.
അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് കട്ട് ചെയ്യാനായിട്ടുണ്ട്. ചുറ്റിച്ച് വയ്ക്കുക. ഇതേപോലെ ബാക്കിയുള്ള കപ്സിലും ലെയർ ചെയ്യണം. വീണ്ടും അടുത്ത ലെയർ ഓഫ് ബിസ്ക്കറ്റ്സ്. പിന്നെയും ക്രീം ഉപയോഗിക്കാം. വീണ്ടും ബിസ്ക്കറ്റ് സ്പ്രിങ്കിൾ ചെയ്യുക. വേണമെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ഹാഫ് കൂടെ വേണമെങ്കിൽ പ്രസ് ചെയ്ത് വെക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സെറാഡുറ പുഡിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8, ഈ സെർവിങ്ങിൽ 8 എണ്ണം ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ എളുപ്പത്തിലൊരു ഡിസേർട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഡിസേർട്ട്. ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.